ഹായ്, ഇത് ചാരുട്ടിയുടെ ഒരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. നവംബർ 7-നായിരുന്നു അവളെ ബർത്ത്ഡേ ഉണ്ടായിരുന്നത്. അന്ന് ചെറിയ രീതിയിൽ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചു. ഏട്ടൻ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ ഇല്ലാത്തതിൻ്റെ. ഏട്ടൻ അവിടെ കമ്പനിത്തെ ആൾക്കാരൊക്കെ കൂടിയിട്ട് ഏട്ടനും കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചു. ഏട്ടൻ നല്ല സങ്കടം ഉണ്ടായിരുന്നു വരാൻ പറ്റാത്തതിൻ്റെ. പിന്നെ വിളക്കത്ത് വിളമ്പി ഇതാ നന്നായി പ്രാർത്ഥിച്ച് അരിയും പൂവൊക്കെ ഇടാണ്. ചെറിയ രീതിയിൽ ഒരു സദ്യവട്ടമൊക്കെ ഉണ്ടാക്കി. അധികം ആരും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ അച്ഛനും അമ്മയും ചേച്ചിയും കുട്ടികളും പിന്നെ എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ അടുത്തുള്ള 2-3 പേര് മാത്രം. കാരണം 9-ാം തീയതി സൺഡേ ആയതുകൊണ്ട് നമുക്ക് എല്ലാവരെയും വിളിച്ചിട്ട് അന്ന് ഫംഗ്ഷൻ വെക്കാന്നുള്ള ഒരു ഇതായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരെയും വിളിച്ചിട്ട് അന്ന് ഗംഭീരമായിട്ട് ആഘോഷിക്കാന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. 8-ാം തീയതി വൈകുന്നേരം ഞങ്ങളെല്ലാവരും ഇതാ ഡെക്കറേഷൻ ചെയ്യാനുള്ളതിലാണ്. ബലൂൺ വീർപ്പിച്ചിട്ടൊക്കെ കുട്ടികൾ ഡെക്കറേഷൻ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ, ഡെക്കറേഷൻ ചെയ്തതിൻ്റെ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അത് എല്ലാവരും വരാൻ തുടങ്ങി. ഞങ്ങളിത് കേക്കൊക്കെ മുറിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴും എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ, ഏട്ടയില്ലല്ലോ. അതുകൊണ്ട് ഞാനും കുട്ടി മാത്രം നിന്നിട്ടാണ് കേക്ക് മുറിക്കുന്നത്. എല്ലാവരും 4 പുറം ഉണ്ടെങ്കിലും ഏട്ടയില്ലാത്തതിൻ്റെ വിഷമം നല്ല രീതിയിലുണ്ടായിരുന്നു. ഇതാ എല്ലാവരും അവളുടെ വായിൽ ഇതാ കേക്കൊക്കെ മുറിച്ച് വെച്ച് കൊടുക്കുകയാണ്. ഏട്ടന് നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ, വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് വരാൻ പറ്റാഞ്ഞ്. കുറേ ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റിയില്ല, ഫുഡ് കഴിക്കണതിൻ്റെയും ഇതിൻ്റെ ഒന്നും. പിന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് കേട്ടോ.